ഹായ് ഫ്രണ്ട്സ്, സാബിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഒരു സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുണ്ട്, അത് ഏതാണെന്ന് നോക്കാം. അതുകൂടാതെ വേറെ 2 സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ CID രാമചന്ദ്രൻ റിട്ടയർഡ് എസ് എന്ന മലയാള സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്ത സിനിമ കിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇതിനു മുമ്പേ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. ഹിന്ദിയിൽ നിന്ന് റിലീസ് ചെയ്ത ASR ടിക്കറ്റ് മൂവിയായിരുന്നു. വയലൻസ് കൊണ്ട് ASR ടിക്കറ്റ് കിട്ടിയ സിനിമയായിരുന്നു കിൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ നേരത്തെ ഇന്ത്യക്ക് പുറത്ത് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിരുന്നു. ഇന്ന് ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയാണ് ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ പിന്നെ പലരും ചോദിച്ചിരുന്നു ഹിന്ദി റിലീസ് ചെയ്ത സമയത്ത് മലയാളം വരുമോ തമിഴ് വരുമോ എന്നുള്ളത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ വരുന്നുള്ള ഉറപ്പായിരുന്നു. ഹിന്ദി ഭാഷയിൽ വന്നിരുന്നു, പക്ഷേ മറ്റു ഭാഷയിൽ ഡബ്ഡ് വേർഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു അപ്ഡേറ്റ് പോലും പുറത്തു വിടാതെ അവർ ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്തതാണ് കിൽ എന്ന് പറഞ്ഞ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ നമ്മുടെ മീന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആനന്ദപുരം ഡയറീസ് എന്ന സിനിമയാണ്. ഈ സിനിമ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്നത് പറഞ്ഞ അപ്ഡേറ്റ് ആയിരുന്നു സിനിമയായിരുന്നു. ഈ സിനിമ സെപ്റ്റംബർ മാസം 20-ന് മനോരമ മാക്സ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ പിന്നീട് അത് പോസ്റ്റ്പോൺ ചെയ്ത് CID രാമചന്ദ്രൻ റിട്ടയർഡ് എസ് എന്ന സിനിമ ആ ദിവസം റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആനന്ദപുരം ഡയറീസ് എന്ന് റിലീസ് ചെയ്യുന്ന പലരും ചോദിക്കുന്നുണ്ട്, കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടില്ല. ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടില്ല. കമ്മിങ് സൂൺ ആണ് ഇപ്പോഴുള്ളത്. ഒക്ടോബർ മാസം 6-ാം തീയതിയൊക്കെ നമുക്ക് ഈ സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ ദളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കി എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ മാസം 10-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് എക്സ്റ്റെൻഡ് കട്ടാണ് വരുന്നത്. അതായത് 3 മണിക്കൂർ 40 മിനിറ്റുള്ള സിനിമയുടെ എക്സ്റ്റെൻഡ് വേർഷനാണ് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് വാഴ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ മലയാള സിനിമയായ വാഴ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ റിലീസ് ചെയ്തു. പക്ഷേ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ മാത്രമേ ഈ സിനിമ വന്നിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള പലരും ചോദിക്കുന്നുണ്ട്, ഇത് ഹോട്ട്സ്റ്റാറിൽ കാണുന്നില്ല, ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ കാണുന്നില്ലല്ലോ എന്നുള്ള പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയാണുള്ളൂ. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. CID രാമചന്ദ്രൻ റിട്ടയർഡ് എസ് എന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. നല്ലൊരു ത്രില്ലർ മൂവിയാണ്, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.